മക്കളെ. അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും എക്സാം ഒക്കെ കഴിഞ്ഞ് ഫുൾ വെക്കേഷൻ മൂഡിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പം ഈ ഒരു എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും, പല ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാവും, ഇനി നെക്സ്റ്റ് ഇയർ ഞാൻ ഒരിക്കലും ഈ രീതിയിൽ പഠിക്കില്ല, ഞാൻ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എന്തായാലും പഠിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ലാസ്റ്റ് മിനിറ്റിലുള്ള ടെൻഷൻ എടുക്കേണ്ടി വരില്ല. അങ്ങനെ ചിന്തിച്ച ഒത്തിരി മക്കളുണ്ടാകും. അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ല മാർക്സ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു എന്ന് ചിന്തിച്ച ആൾക്കാരുണ്ടാകും. ഇനി അതുമല്ല, നമ്മൾ ഒന്നുകൂടെ പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞ കുറേ മക്കളുണ്ടാവും അല്ലേ? അപ്പോൾ ഈ തിരിച്ചറിവുകളൊക്കെ നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മൾ ഇനി നെക്സ്റ്റ് ഇയറിനെ കുറിച്ച് ചിന്തിക്കുമ്പം അത് നമ്മളെ മനസ്സിൽ, ഇപ്പം നിങ്ങൾ വെക്കേഷൻ എൻജോയ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ കൂടെ നെക്സ്റ്റ് ഇയർ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതായിരിക്കും നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ്. അപ്പം നിങ്ങൾ പലരും തന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് എക്സാം എഴുതി നല്ല അടിപൊളിയായിട്ട് മാർക്സ് വാങ്ങിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്, അത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഇയർ ഇതിലും അടിപൊളിയായിട്ടൊക്കെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ തന്നെ നോട്ട്സും വർക്ക്ഷീറ്റും എക്സാംസും ഇതെല്ലാം വെച്ച് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ എന്താലോചിച്ചാണോ റിഗ്രറ്റ് ചെയ്തത്, ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അടുത്ത വർഷം ഏറ്റവും അടിപൊളിയാക്കണം എന്ന് ചിന്തിച്ചോ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സമയമൊക്കെയുണ്ട്. നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം, ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ലേറ്റ് ആവുന്തോറും നമ്മൾ എന്താണ്, ഓണപ്പരീക്ഷ കടന്നു പോകും, ക്രിസ്മസ് പരീക്ഷ കടന്നു പോകും, പിന്നെ അങ്ങനെ ഓരോ പരീക്ഷകളായിട്ട് കടന്നു പോകും. പക്ഷെ നമ്മൾ ആഗ്രഹം മാത്രം അവിടെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ തന്നെ എടുക്കുക. അങ്ങനെ എൻ്റെ കുട്ടികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം.